അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഇവിടെ ഇന്നിപ്പോ ആദിപരാശക്തി മഠത്തിലെ ആദിപരാശക്തി അമ്മയുടെ പ്രതിഷ്ഠാദിനം 3-ാമത്തെ കാലമാണ്. 26 വർഷമായി ഇപ്പോൾ ഇവിടെ കാര്യങ്ങളെല്ലാം തുടങ്ങിയിട്ട്. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന തന്ത്രിമുഖ്യനായ സന്തോഷ് തിരുമേനി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ രാവിലെ ഗണപതി ഹോമം കഴിഞ്ഞു, അമ്മയ്ക്ക് നേദ്യപൂജ, കലശപൂജ, എല്ലാ പൂജകളും കഴിഞ്ഞു. അതെല്ലാം ഗുരുനാഥനാണ് അതെല്ലാം ചെയ്ത് കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ 16 വർഷങ്ങളായി ഗുരുനാഥനാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം, തന്ത്രിമുഖ്യൻ ആയിട്ടാണ് കാര്യങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അത് കഴിഞ്ഞപ്പോൾ ഇവിടെ വലിയ ഗുരുതി ഉണ്ട്. അത് ഇവിടുത്തെ ഗുരുകാരണവന്മാരും ആദിപരാശക്തിയായ അമ്മയും ശ്രീഭദ്രകാളിയും നാഗദൈവങ്ങളും അനന്തപത്മനാഭനും എൻ്റെ എല്ലാമായ എൻ്റെ ഗുരു, എൻ്റെ സ്വാമി ഇപ്പം ഇല്ല, പക്ഷെ എന്നാലും ആ സാന്നിധ്യം നിറഞ്ഞ് നിൽക്കുന്ന ഈ മണിമണ്ഡപത്തിൽ വെച്ചാണ് ഇപ്പം ആ ഗുരുതി നടത്താൻ പോകുന്നത്. ഞാൻ ആ സത്യം മാലോകർക്ക് അറിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. ആളുകളുടെ സങ്കടങ്ങളും അവർക്ക് വന്നിരിക്കുന്ന സർവ ദോഷങ്ങളും ഇവിടുന്ന് അമ്മ തീർത്തു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സന്തോഷം ഇപ്പോൾ പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല, പലർക്കും ഉണ്ട്. ഞങ്ങളും അതിനനുസരിച്ച് അമ്മയെ സേവിച്ച് ഗുരുകാരണവന്മാരെ സേവിച്ച് ഞങ്ങളും മുന്നോട്ട് പോവുകയാണ്. സത്യമായ രീതികളിലൂടെ കാര്യങ്ങൾ നടത്തി അമ്മയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ എല്ലാ മാലോകരോടും ഞങ്ങൾ പ്രാർത്ഥിച്ച് പറയുകയാണ് കാര്യങ്ങളെല്ലാം. ഇനിയും ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇനി ഇവിടെ നടത്താനുണ്ട്. അതെല്ലാം ഇവിടുത്തെ ഗുരുനാഥന്റെ കാർമ്മികത്വത്തിൽ നിന്നാണ് കാര്യങ്ങൾ നടത്തുന്നത്. 6 മാസം കൂടുമ്പോൾ ഗണപതി ഹോമം, ദേവി പൂജ, ഗുരുകാരണവന്മാർക്ക് എല്ലാ കർമ്മങ്ങളും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അമ്മയെ സേവിച്ച് കഴിയുകയാണ് ഇവിടെ. അതിൻ്റെ സാന്നിധ്യത്തിൽ എല്ലാം ഭംഗിയായി നടക്കട്ടെ. വരുന്ന മാലോകര്, മക്കള്, എല്ലാവരുടെ സങ്കടങ്ങളും വിഷമതകളും അമ്മ തീർത്തു കൊടുക്കട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. സന്തോഷമായി എല്ലാ കാര്യങ്ങളും സർവൈശ്വര്യങ്ങളോടുകൂടി മുന്നോട്ട് പോട്ടെ. വരുന്ന മാലോകർക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ.